നമസ്കാരം. രാഹുൽ ഗാന്ധിയും വി ഡി സതീശനും ഇഡിയെ കൊണ്ട് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്ത് അതിന്റെ കൂടെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടുമെന്ന് പറയുന്ന ഒരു മണ്ടത്തരമാണ് തലയിൽ ഉണ്ടംപൊരിയും സവാളവടയും ഉള്ള അന്തം കമ്മികൾ പടച്ചുവിടുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു പാവപ്പെട്ടവന്റെ ഉപജീവന മാർഗമാണ് തല്ലിത്തകർത്തത്. നിങ്ങൾക്ക് തലയിലാണ് ഒട്ടും ഒരു ശകലം പോലും തലച്ചോറില്ലാത്തതിന്റെ പ്രവൃത്തിയാണോ നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് 1.7 crore അതായത് CMR കരിമണൽ കർത്ത എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത്. അതിന്റെ സോഴ്സ് എന്തിന്റെ ഭാഗമായിട്ട് എന്ത് സർവീസാണ് എക്സാലോജിക്? അതൊരു IT കമ്പനിയാണ്. വീണ വിജയന്റെ IT കമ്പനി എന്ത് സേവനമാണ്, എന്ത് സർവീസാണ് കരിമണൽ കർത്ത എന്ന് പറഞ്ഞ പാർട്ടിയുടെ CMR എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തെന്നുള്ളതിന്റെ സോഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ EDയും അതേപോലെ കേന്ദ്രത്തിൽ നിന്നുള്ള ഇതേപോലെ ആൾക്കാർ വന്ന് ചെക്കിങ്ങിന് വരുന്നത്. അത് 2017 തുടങ്ങിയതാണ്. ഇതുവരെ അതിന്റെ സോഴ്സ് ആ ഒരു വിഷയം ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു കാര്യം നിങ്ങൾ ആദ്യമേ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒന്നേൽ ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 8 വർഷം വീണ വിജയൻ ജയിലിൽ കിടക്കേണ്ടി വരും ഇതിന്റെ ഭാഗമായിട്ട്. ഇതുവരെ അവർക്ക് അതിന്റെ സോഴ്സ് കാണിക്കാൻ പറ്റിയില്ലെന്നുള്ള അതിന്റെ അർത്ഥം എന്താണ്? ഇതിൽ എന്തോ ഒരു വിഷയം നടന്നിട്ടുണ്ട്, എന്തോ ഒരു അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. 2017 ഈ ഒരു വിഷയം നടന്നത്. ആ സമയത്ത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സ്ഥാനത്തിലിരിക്കുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അന്ന് പറഞ്ഞത് ഇതിന്റെ ഒരു കൃത്യനിർവഹണമുണ്ട്, ഇതിന്റെ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകട്ടെ. EDയും അതേപോലെ കേന്ദ്രത്തിൽ നിന്നുള്ള വലിയ ഇതുപോലെ ഇൻവെസ്റ്റിഗേറ്ററൊക്കെ വീണ വിജയന്റെ കമ്പനിക്ക് എന്തെങ്കിലും ഒരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അവരത് കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞതാണ് അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പിണറായി വിജയൻ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ഇതിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് പിണറായി വിജയൻ പറയുന്നത് രാഹുൽ ഗാന്ധിയും വി ഡി സതീശനും ഒത്തുചേർന്ന് മോദിയെ പോയി സംസാരിച്ച് EDയെ പറഞ്ഞുവിട്ട് എന്നെ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാചകമാണ്, ഡയലോഗുകളാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറയുന്നത്. അന്ന് പറയുന്ന പിണറായി വിജയൻ അല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ പറയുന്ന പിണറായി വിജയൻ. അപ്പോൾ ഇതിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ട്. അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആകാൻ പറ്റാത്തത്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട്, എത്രയോ 2, 3, 4 വർഷമൊന്നുമല്ല. കൂടാതെ ഞാൻ പറഞ്ഞോട്ടെ, ഇതിന്റെ കേസ് ഇത് അവസാന കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ വീണ വിജയൻ ഒരു 5-6 വർഷം ജയിലിൽ കിടക്കേണ്ടതായിരിക്കും വരുന്നത്. പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, EDയുടെ വണ്ടി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വണ്ടി തല്ലി തകർത്തതും അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഞാൻ പറയുന്നു. പക്ഷെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതല്ല CBI അവിടെ കേന്ദ്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപായപ്പെടുത്താൻ ശ്രമിച്ചു, കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് CBI കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. നമ്മുടെ കേരളത്തിന് കുറെ ചീത്തപ്പേരുണ്ടാക്കി തരുന്നുണ്ട് ഇനിയിപ്പം കമ്മികൾ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള ഒരാളുടെ വീഡിയോ ആണ് ഞാൻ ഇവിടെ വെച്ച് തരാൻ പോകുന്നത്. A റഹീം എന്ന് പറയുന്ന ഇവനുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ വിഷമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ. അവര് ഈ കമ്മ്യൂണിസ്റ്റ് നശിപ്പിക്കാൻ തന്നെ പുള്ളിക്ക് പറ്റും. അതുകൊണ്ട് പുള്ളിയുടെ വീഡിയോ ഒന്ന് നമുക്കൊന്ന് വെച്ച് നോക്കാം. ED ഉദ്യോഗസ്ഥരെയും വഹിച്ചു വന്ന വാഹനങ്ങൾക്കു നേരെ പ്രവർത്തകരുടെ രോഷം അണപൊട്ടി ഒഴുകി. അപ്പോൾ ആ സംഭവത്തിൽ ഒരു ടാക്സി കാർ, അയാളൊരു തൊഴിലാളിയാണല്ലോ, ഒരു സാധാരണ തൊഴിലാളി, ആ കാർ ഉപയോഗിച്ച് ഉപജീവനമാർഗം നടത്തുന്നയാളാണ്. അപ്പൊ ഈ വലിയ പ്രതിഷേധത്തിനും രോഷത്തിനും ഇടയിലെ ആൾക്കൂട്ടത്തിനിടയിൽപ്പെട്ടുപോയ ആ കാറിന് നല്ല കേടുപാടുകൾ പറ്റി. വലിയ നിലയിലാണ് ആ കാറിന് കേടുപാടുകൾ പറ്റിയത്. അയാൾക്കും പരിക്കേൽക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഒരു തൊഴിലാളി എന്ന നിലയിൽ ആ തൊഴിലാളിയുടെ ഉപജീവന മാർഗം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിൽ CPIM എന്നൊരു പാർട്ടിക്ക് അതിൻ്റെതായ ഒരു ധാർമ്മികതയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ CPIMന്റെ പ്രമുഖരായ നേതാക്കൾ അദ്ദേഹത്തെ വിളിച്ചു. ആ വിവരം നിങ്ങളോട് പറയാനാണ് ഈ മാധ്യമ നിങ്ങളെ കണ്ടത്. സഖാവ് വി ജോയിയും അതോടൊപ്പം തന്നെ സഖാവ് കടകംപള്ളി സുരേന്ദ്രനും രണ്ടുപേരും ആ ചെറുപ്പക്കാരനുമായി സംസാരിക്കുകയും അദ്ദേഹം ഞങ്ങളെ കാണുകയും ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ ആശങ്കകൾ കേൾക്കുകയും അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനുണ്ടായ വ്യക്തിപരമായ ആ നഷ്ടത്തിൽ, തീർച്ചയായും ഒരു തൊഴിലാളിക്കുണ്ടായ വ്യക്തിപരമായൊരു നഷ്ടം, ഒരു സാധാരണ മനുഷ്യനുണ്ടായ വ്യക്തിപരമായ നഷ്ടത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോട് അങ്ങേയറ്റം വളരെ കൃത്യമായി തന്നെ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ ആശങ്കകൾ കേൾക്കുകയും അദ്ദേഹത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപജീവന മാർഗമാണല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ ഞങ്ങളതിനെ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം, അദ്ദേഹവുമായി സംസാരിച്ച കാര്യവും നിങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കാണാൻ വേണ്ടി തയ്യാറായത്. പ്രധാനമായും നിങ്ങളുടെ മുമ്പിൽ വന്ന ഒരാളാണ് ഞങ്ങളുടെ മുൻപിൽ ഇപ്പോഴുള്ളത്. അത് ആ മുൻപിൽ സഞ്ചരിച്ച ശ്യാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ പ്രധാനപ്പെട്ട വാഹനം. അതിനാണ് കൂടുതൽ കേടുപാട് സംഭവിച്ചിരിക്കുന്നത്. മറ്റുള്ള ആളുകളെ
അവർക്ക് തന്നെ അറിയാമെന്ന് പറഞ്ഞു. അവരെയും ഞങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കേടുപാടുണ്ടായത് ഈ പറയുന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ ആ യഥാർത്ഥ മാധ്യമങ്ങളോടും ഞങ്ങൾക്ക് കാര്യത്തിൽ നന്ദിയുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ സമൂഹത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ നിങ്ങളും വഹിച്ച പങ്കിനെ ഞങ്ങൾ ശ്ലാഘിക്കുകയാണ്. ഞങ്ങളും അക്കാര്യത്തിൽ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPM-നെ പോലൊരു തൊഴിലാളി വർഗ പാർട്ടി ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതൊന്ന് തിരിച്ചറിഞ്ഞാണ് ഞങ്ങൾ കൂട്ടായി ആലോചിച്ച് ആ ചെറുപ്പക്കാരനുമായി അന്തമില്ലാത്ത കമ്മികളെ നല്ല കുറെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ട്, എനിക്കറിയാം. എനിക്ക് പേഴ്സണലി അറിയാത്ത കുറേ പേരുണ്ട്. പക്ഷേ ഇതുപോലെ അന്തമില്ലാത്ത ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതം പോകും. ഇത് പേഴ്സണലി ഇപ്പോൾ എത്രയോ വർഷങ്ങൾ മുന്നേ നടക്കുന്ന വിഷയമാണ്. ഇത്രയും നാളുകളായിട്ട് നടക്കുന്ന പ്രോസസ്സിങ്ങിലാണിത്. ഇപ്പോൾ നിങ്ങൾ എടുത്ത് ചാടി ഇതിലോട്ട് പെട്ട് കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളുടെ ഭാവി അങ്ങ് തീരും. പിന്നെ നിങ്ങളുടെ തലമണ്ടയിലോട്ട് ഇതെല്ലാം വെച്ച് തരും. ഇത് കുറേ നാളുകളായിട്ട് നടക്കുന്നതാണ്. ഇന്നോ ഇന്നലെയോ പൊട്ടി മുളച്ച വിഷയമൊന്നുമല്ല. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഇന്നായിരിക്കും അറിയുന്നത്, അതായത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോഴായിരിക്കും അറിയുന്നത് ഈ വിഷയം. കാരണം അവരുടെ ഇത് മാറിയല്ലോ, ഭരണം മാറിയല്ലോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കേസോ അതുപോലെ എന്തെങ്കിലും കുറേ ED ഇതുപോലെ വന്നു. ഇതിപ്പോൾ ഇത്രയും നാളായിട്ട് മുഖ്യമന്ത്രി ആയ സമയത്ത് ഇത്രയും വർഷങ്ങൾ ഇടയിൽ ഇതുവരെയും ED വന്നിട്ടില്ല. എന്തുകൊണ്ട്? അത് ഫ്രീസ് ആക്കി നിർത്തിയിരിക്കുമായിരുന്നു. കോടികൾ പൈസ ഇറക്കി 7, 8, 9 കോടി ഇറക്കിയിട്ട് അത് ഫ്രീസ് ആക്കിയിരിക്കുമായിരുന്നു പല സംസ്ഥാനങ്ങളിലായിട്ട്. അതുകൊണ്ട് ആ സമയത്ത് എൻ്റെ ഹോൾഡ് ഉണ്ടല്ലോ, ഭരണമുണ്ടല്ലോ. അതുകൊണ്ട് അന്ന് പിടിച്ചു നിൽക്കായിരുന്നു. പക്ഷെ ഇപ്പം നിൽക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഇതൊരു വലിയ ഒരു ഇൻഫ്ലുവൻസ്, ഒരു പരസ്യമായി തീർന്നായിരുന്നല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അന്തംകമ്മികൾ എന്ത് വിചാരിച്ചു? ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള ഒരു വലിയ പ്രക്ഷോഭമാണ്, അല്ലെങ്കിൽ അവരെ കൊടുക്കാൻ വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ് കുറെ അന്തംകമ്മികൾ ഇറങ്ങി അവരവരുടെ ഭാവി നശിപ്പിച്ചെന്ന് തന്നെ പറയണം. ഇപ്പോൾ ED-യെ ഉപദ്രവിച്ചു എന്നൊന്നുള്ളതല്ല, അപായപ്പെടുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ആ പാവപ്പെട്ട ഉപജീവന മാർഗം നടത്തുന്ന അവരുടെ ആ വണ്ടി നശിപ്പിച്ചത് ഭയങ്കര കഷ്ടമായിപ്പോയി. ആ വണ്ടി കുറെ തല്ലി തകർത്തവർക്കൊക്കെ 5 പൈസ ഉണ്ടോ കൊടുക്കാനായിട്ട്? ഈ പാവപ്പെട്ടവനെ ഒന്നും സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. നിങ്ങളുടെ നേതാക്കളും അണികളും ഒക്കെ എന്ത് ചെയ്യുക? എന്നാൽ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അവരെ കൊണ്ട് പൈസ മുടപ്പിക്ക്. ആ പാവപ്പെട്ടവന് പൈസ കൊടുക്ക്. ആ പാവപ്പെട്ടവന്റെ വണ്ടി നശിപ്പിച്ചില്ലേ നിങ്ങളെല്ലാം കൂടിയും? എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതാണ് കാര്യം. കുറെ അന്തമില്ലാത്ത ലോകത്ത് ജീവിക്കുന്ന ആയിക്കഴിഞ്ഞാൽ കുറെ അണികളും കുറെ നേതാക്കളും ഒക്കെ കാണും. അവരൊക്കെ അങ്ങ് മാറി നിൽക്കും. പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് 3G അടിച്ച് മൂഞ്ചി ഇരിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം, കേരളത്തിന് നല്ല ചീത്തപ്പേര. വേറെ എവിടെയും സംസ്ഥാനത്ത് ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല. ബീഹാറിൽ പോലും ഇതുപോലെ കണ്ടിട്ടില്ല. അവർക്ക് ചെറിയ പേടിയെങ്കിലും കാണും. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഇതുപോലെ എന്തെങ്കിലും വിഷയങ്ങൾ, അതായത് ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരെയാണ് ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതിന് നല്ലൊരു ആഫ്റ്റർ എഫക്റ്റ് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. എന്നിരുന്നാലും ഈ ഒരു വിഷയം വീണ ജോർജിൻ്റെ ഈ ഒരു വീണ വിജയൻ്റെ കമ്പനിയിൽ ഉണ്ടായ ഒരു വിഷയം, അപ്പോൾ അവർ സ്വന്തമായിട്ട് അത് പരിഹരിച്ചോളും. ഇത്രയും നാളുകളായിട്ട് കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ എടുത്തു ചാടി ചുമ്മാ തല കളയരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വേറെ ഇതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരെ സീ യു സൂൺ. ബൈ.